പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമുക്ക് വേണ്ടിയിട്ട് സ്വർഗത്തിൽ ഒരു പ്രത്യേക തൈകൾ നടപ്പെടുക എന്ന് പറയുന്നത് നമ്മുടെ സ്ഥാനം, നമ്മുടെ ദർജ ഉയർന്നപ്പെടുന്നതിൻ്റെ ഒരു അടയാളമാണ്. നമുക്കറിയാം, സ്വർഗം നമുക്ക് കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. അല്ലാഹു സ്വർഗ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഈ സ്വർഗത്തിലേക്ക് നമുക്ക് എത്തുന്നതിന് മുമ്പ്, ഹിസാബിനൊക്കെ മുമ്പ്, മരിക്കുന്നതിനൊക്കെ മുമ്പ് നമുക്ക് വേണ്ടിയിട്ട് സ്വർഗത്തിൽ ഒരു പ്രത്യേക സ്ഥലത്ത് നമ്മൾ ചൊല്ലുന്നതായിട്ടുള്ള ചില ദിക്റിൻ്റെ മഹത്വം കാരണത്താൽ ചെടികൾ നടപ്പെടുമെന്ന് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ അവിടെ നമുക്ക് വേണ്ടിയിട്ടുള്ള ഭവനം, നമുക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ സ്ഥലം നാം തന്നെ ഒരുക്കി വെക്കുന്നതിൻ്റെ ഒരു പ്രത്യേക സൂചനയായിട്ടാണ് മുഹദ്ദിസീങ്ങൾ ഈ ഒരു ഹദീസിനെ, ഈ ഒരു നബിയുടെ പരാമർശത്തെ സൂചിപ്പിക്കുന്നത്. മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ലഖീതു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഞാൻ കണ്ടുമുട്ടി ലൈലത്ത ഉസ്രിയബി, എന്നെക്കൊണ്ട് ഇസ്രാ പോകപ്പെട്ട ഇസ്രാഇൻ്റെ ആ ഒരു രാവിൽ, ഇസ്രാഇൻ്റെയും മെഹറാജിൻ്റെയും രാവിൽ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇബ്രാഹിം നബിയെ ഞാൻ കണ്ടുമുട്ടി. അന്നേരം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്നോട് പറഞ്ഞു, വത്രയാ മുഹമ്മദ് നബിയെ, അഖ്രി ഉമ്മതക മിന്നി സലാം, എന്നിൽ നിന്നും അങ്ങയുടെ ഉമ്മത്തിന് സലാമിനെ അറിയിച്ചു കൊടുക്കണേ ബഹുമാനപ്പെട്ടവരെ എന്ന് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട്. എന്നിട്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഉപദേശമുണ്ട്, ഒരു പ്രത്യേകമായിട്ടുള്ള സന്തോഷ വാർത്തയുണ്ട്. എന്താണെന്നറിയുമോ? സലാം പറഞ്ഞതിന് ശേഷം മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് സ്വർഗത്തിലെ മണ്ണിനെ പറ്റിയിട്ടും വെള്ളത്തെ പറ്റിയിട്ടുമാണ്. സ്വർഗത്തിലെ മണ്ണെന്ന് പറയുന്നത് ഫലപുഷ്ടിയുള്ള മണ്ണാണ്. അവിടെ മണ്ണ് വളരെ മനോഹരവും വളരെ നല്ലതുമായ മണ്ണാണ് മുത്തുനബിയെ. മാത്രമല്ല അവിടുത്തെ വെള്ളത്തിനൊരു പ്രത്യേകതരം മധുരമാണ്. അവിടുത്തെ വെള്ളത്തെ പറ്റിയിട്ടും അവിടുത്തെ മണ്ണിനെ പറ്റിയിട്ടൊക്കെ പറയുമ്പോൾ നമുക്കറിയാം, കർഷകരായ ആളുകളുടെ ഒരു പ്രയോഗമുണ്ട്. അവർ സംസാരിക്കുമ്പോഴെല്ലാം അവർ കൃഷി ചെയ്യുന്ന കൃഷിയിടത്തെ മണ്ണിനെ സംബന്ധിച്ചും ആ മണ്ണിൻ്റെ ഫലപുഷ്ടിയെ സംബന്ധിച്ചും ആ മണ്ണിൽ എത്രത്തോളം ചെടികൾ വളരാനുള്ള സാധ്യതയുണ്ട്, അതിൻ്റെ ഫലപുഷ്ടിയും അതിൻ്റെ എല്ലാ കാര്യവും മാത്രമേ ഈ കർഷകരെ സംബന്ധിച്ച് അവരുടെ വാക്കുന്ന് വരാറുള്ളൂ. മാത്രമല്ല അവിടുത്തെ ജലത്തിൻ്റെ സാന്നിധ്യം, ജലം കിട്ടുമോ വെള്ളം കിട്ടുമോ വെള്ളം കിട്ടായ്മ, ഇതൊക്കെയാണ് സംസാരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞത് സ്വർഗത്തിലെ മണ്ണിനെ സംബന്ധിച്ചും വെള്ളത്തെ പറ്റിയിട്ടുമാണ്. എന്നിട്ട് പറയാണ്, അത് വളരെ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലമാണ് നബിയെ. സ്വർഗത്തിൽ ധാരാളം ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്, ശൂന്യമായ സ്ഥലങ്ങളുണ്ട്. എന്നിട്ട് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇബ്രാഹിം നബി പറയാണ്, അതിലെ തൈകൾ എന്താണെന്നറിയുമോ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ? അതിലെ തൈകൾ, ആ ഒഴിഞ്ഞു കിടക്കുന്ന ഫലപുഷ്ടിയുള്ള വെള്ളമൊക്കെ ലഭിക്കുന്ന മനോഹരമായ ഈ ഒരു ഭൂമികയിൽ നടപ്പെടുന്ന ചെടികളുടെ തൈകൾ ഏതാണെന്ന് അറിയുമോ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലിനോട് പറഞ്ഞിട്ട് പറയാണ്, വഅന്ന ഇറാസഹാ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. അവിടെ നടപ്പെടുന്ന ചെടികൾ ഇതാണെന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. ഈ ദിക്റാണ് അവിടെ നടപ്പെടുന്ന ചെടി എന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്. എന്ന് വെച്ചാൽ ഈ ദിക്റിൻ്റെ മഹത്വമാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഈ ദിക്ർ ചൊല്ലിയ മനുഷ്യർക്ക് വേണ്ടിയിട്ട് സ്വർഗത്തിൽ ഈ പറയപ്പെടുന്ന വളരെ മനോഹരമാക്കപ്പെട്ട് ഈ സ്ഥലത്ത് അവന് വേണ്ടിയിട്ട് ചെടികൾ നട്ടുപിടിപ്പിക്കപ്പെടുമത്രേ. സ്വർഗത്തിൽ സ്വന്തമായിട്ട് സ്ഥാനമുണ്ടാവുക എന്ന് പറയുന്നത് എത്ര മനോഹരമായ ഭാഗ്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഏറ്റവും എളുപ്പമായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്നതായിട്ട് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകുന്ന സൂചനയാണ് ഈ ദിക്റിനെ പതിവാക്കിക്കൊണ്ട് അമലുകളൊക്കെ ചെയ്യുക എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. ഇതിങ്ങനെ അധികരിപ്പിക്കുന്നതിനനുസരിച്ച് ഇതിൻ്റെ ഓരോ എണ്ണത്തിനും നമുക്ക് വേണ്ടിയിട്ട് നമ്മുടേതായ സ്ഥലത്ത് നമുക്ക് വേണ്ടിയിട്ട് ചെടികൾ നടപ്പെടുമെന്ന് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല നാവിന് വളരെ എളുപ്പമാണ് ചെല്ലാൻ. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ സുഖമായിട്ട് ചെല്ലാൻ പറ്റും. പക്ഷേ തുലാസിൽ ഭാരം തൂങ്ങുന്ന അമലാണത്. അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട വാക്കുകളാണ്, അള്ളാഹുവിന് പ്രിയപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട ദിക്റുമാണ് ഇത് എന്ന് ഇതിൻ്റെ മുഹദ്ദിസീങ്ങളായ ആളുകൾ വിശദീകരിച്ച് പറയുന്നുണ്ട്. മറ്റൊരു ഹദീസിൽ കാണാൻ പറ്റും, സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നുള്ള ദിക്റുണ്ടല്ലോ, ഓരിസത്ത് ലഹു നഖ്ലത്തും ഫിൽ ജന്ന,
ഇത് ചെല്ലുന്ന ആൾക്ക് വേണ്ടിയിട്ട് സ്വർഗത്തിൽ ഒരു ഈന്തപ്പന നടപ്പെടുമെന്ന് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ദിക്ർ ചെല്ലിയ ഒരുത്തനിക്ക് വേണ്ടിയിട്ട് സ്വർഗത്തിൽ ഈന്തപ്പന നടപ്പെടുമെന്ന് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ദിക്റൊക്കെ ഇങ്ങനെ ചെല്ലി തുറമുദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഈ ദിക്റൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് വേണ്ടി കരുതപ്പെടുന്ന, നമുക്ക് വേണ്ടി തയ്യാറാക്കപ്പെടുന്ന ഈ സ്വർഗത്തിൽ നമ്മുടെ പേരിലൊരു മരമുണ്ടാവുക, നമ്മുടെ പേരിൽ ഒരു ചെടി ഉണ്ടാവുക എന്ന് പറയുന്നത് നമുക്ക് പ്രൗഢിയല്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തന്നെ സ്വർഗത്തിൽ നമുക്ക് വേണ്ടിയിട്ട് തൈകൾ നട്ടുപിടിപ്പിക്കാൻ നാം ചെയ്യേണ്ടത് ദിക്റിനെ അധികരിപ്പിക്കുക എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ എന്നുള്ള ഈ ദിക്ർ നിരന്തരം പറയുക എന്നുള്ളതാണ്. നിത്യജീവിതത്തിൽ നാം ഉൾപ്പെടുത്തേണ്ട വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ദിക്റുകളിൽ ഒന്നാണ് ഇത്. ദുനിയാവിലെ ചെറിയ ഒരു ശ്രമം ആഖിറത്തിലെ അനന്തമായിട്ടുള്ള പ്രതിഫലത്തിന് കാരണമാകും. ആഖിറത്തിൽ ചെന്നെത്തുമ്പോൾ കണ്ണ് തള്ളിപ്പോകുന്ന രൂപത്തിൽ അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ, അള്ളാഹുവിൻ്റെ സന്തോഷത്തോടു കൂടി തരുന്ന പ്രതിഫലം കാണുമ്പോൾ നമുക്ക് എത്ര സന്തോഷമുണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ സന്തോഷം നിലനിൽക്കണമെങ്കിൽ ദിക്റിനെ പതിവാക്കണം, ശൈത്താൻ്റെ കണിയിൽ പെട്ടുപോവാതിരിക്കണം. അതുകൊണ്ട് തന്നെ ഒഴിവുള്ള സമയത്തൊക്കെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ എന്ന ദിക്റും സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നുള്ള ദിക്റും നിരന്തരം പതിവാക്കാൻ നാം ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ദിക്ർ മൊഴിയുന്ന നാവിനെ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മരണം ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരട്ടെ.